മന്ത്രി ഗണേഷ് കുമാർ പിന്നെ ഏറ്റവും മികച്ച മൂന്നാമത്തെ മന്ത്രി എന്നൊക്കെയാണ് സർവേ റിപ്പോർട്ട്. അല്ല, ഈ സർവേ റിപ്പോർട്ടൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടായി. ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു ഗണേഷ് കുമാറിനെ. പുള്ളി ഉദാഹരണമായിട്ടെടുത്ത വ്യക്തികളുടെ ഒരാൾ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു പറ്റിയ ഉദാഹരണമാണ് ഇതിന്. പറ്റിയ ഉദാഹരണം. കേരളത്തിൽ ഇതൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിലെ അഭിനവ ജവഹർലാൽ നെഹ്റു ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിൻ്റെ കാലടിപ്പാതകൾ പിന്തുടർന്നാൽ എവിടെ എത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണം ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ അത് അക്നോളജ് ചെയ്യുന്നു. കേരളത്തിൽ നമുക്ക് ഗാന്ധി ഒരുപാടുണ്ട്. VM സുധീരൻ ഗാന്ധി, VT ബൽറാം ഗാന്ധി, ഇപ്പം വഴിയെ പോകാനൊക്കെ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മുട്ടി വഴി നടക്കാൻ പറ്റില്ല. നെഹ്റു ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നെഹ്റു പുറത്ത് ചാടിയത്. അതുകൊണ്ട് സത്യം, നിങ്ങൾ നെഹ്റുവിൻ്റെ ചരിത്രം നോക്കിക്കോ. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യട്ടെ, മെയിൻ സ്ട്രീം മീഡിയ തൊടുകില്ല ആൾ നെഹ്റു ആയതുകൊണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ചർച്ച ചെയ്യാമല്ലോ. സോഷ്യൽ മീഡിയ ഒന്ന് ചർച്ച ചെയ്യട്ടെ. നെഹ്റുവിൻ്റെ ഈ ലീലകൾ, ഗണേഷ് കുമാറിൻ്റെ ലീലകൾ. ഞാനല്ല നെഹ്റുവിനെയും ഗണേഷ് കുമാറിനെയും താരതമ്യം ചെയ്തത് ഗണേഷ് കുമാറാണ്. എൻ്റെ തലയ്ക്ക് വരരുത്. ഗണേഷ് കുമാർ ആദ്യം എടുത്ത പേര്, പിന്നീട് പല പേരും പറഞ്ഞു, അത് കുട്ടിയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിൽക്കട്ടെ. ജവഹർലാൽ നെഹ്റു ആണല്ലോ അക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഈ കലാപരിപാടിയുടെ ഉസ്താദ് അദ്ദേഹമാണ്. അപ്പോൾ അതൊന്ന് ചർച്ചയിൽ വരേണ്ടതാണത്.